സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മലപ്പുറത്താണ് നമുക്ക് മലപ്പുറം അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. അവിടെ ഇന്ന് കൊട്ടിക്കലാശമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ജി ശ്രീജിത്തുണ്ട് കോട്ടയത്ത് നിന്ന്. നമുക്കറിയാം കേരള കോൺഗ്രസുകളുടെ വലിയ പോരാട്ടം നടക്കുന്ന, കോൺഗ്രസിനും CPM-നും ഒക്കെ നിർണായകമായ ഒരു ജില്ലയാണ് കോട്ടയം. വാശിയേറിയ മത്സരമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മേൽക്കൈ നേടിയത് ജോസഫ് ഗ്രൂപ്പാണ്, നമുക്കറിയാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിൻ്റെ ആധിപത്യം കോൺഗ്രസിലെത്തിയതിന് ശേഷവും LDF-ലെത്തിയതിനു ശേഷവും അവിടെ പ്രദർശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ശ്രീജിത്ത്, വലിയ വാശിയേറിയ പ്രചരണമായിരുന്നു. ഏതായാലും നമുക്ക് 13-ാം തീയതി വരെ കാത്തിരിക്കണം. ഈ പ്രചരണത്തിൻ്റെ ആവേശം രാവിലെ പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാണോ? ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെയും മാണി ഗ്രൂപ്പിൻ്റെയും ഒക്കെ ശക്തി മേഖലകളിൽ കൂടുതൽ വോട്ടർമാർ എത്തി തുടങ്ങിയോ ബൂത്തുകളിലേക്ക്? രഞ്ജിത്ത്, തീർച്ചയായും പോളിംഗ് ബൂത്തിൽ ആവേശമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഏതാണ്ട് ഒരു 6:30 തന്നെ ഇവിടെ എത്തിയതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭയിലെ വാഴപ്പള്ളി ാണ് ഉള്ളത്. വാഴപ്പള്ളിയിലെ ചങ്ങനാശ്ശേരി നഗരസഭയിലെ തന്നെ വാർഡ് 5 ഒപ്പം തന്നെ വാർഡ് 2 ഈ 2 പോളിംഗ് വാർഡുകളിലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്തായാലും വലിയ തിരക്ക് രാവിലെ 6:30 തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെയാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വോട്ട് ചെയ്യാനെത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേരും, ഏതാണ്ട് 7:30 എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പോളിംഗ് ബൂത്തിൽ രാവിലെ തന്നെ ആളുകൾ ഈ വോട്ടെടുപ്പിന് അതായത് 7 മണിക്ക് മുൻപ് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആളുകൾ എത്തി എന്ന് പറയുന്നത് തന്നെ വലിയ ആവേശമാണ്. ഒരുപക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങൾ പരമാവധി കാണിക്കാം എന്ന് കരുതുകയാണ്. ഇവിടെ ഇപ്പോഴും നീണ്ട ഒരു ക്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാർഡ് 2ലേക്കുള്ള പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. തൊട്ടപ്പുറത്താണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വോട്ട് ചെയ്യുന്നത്. അവിടെയും രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് ഉള്ളത്. നിരവധി കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ ഇവിടെ വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തീർച്ചയായും രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ഒരു പ്രധാന വോട്ടറായി വരുന്നത് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കേരള കോൺഗ്രസുകളുടെ പോരാട്ടം എന്നുള്ളത് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തവണ ഈ കോട്ടയത്തെ രാഷ്ട്രീയ പോരിൽ ആര് മുന്നിലെത്തും എന്നുള്ളത്, പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് കഴിഞ്ഞ തവണത്തെ അത്രയെങ്കിലും ഒരു സ്ഥിതി നിലനിർത്താൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ആവേശം ചെറുതാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇടതു മുന്നണിക്ക് അത് കൂടുതൽ ശക്തിയായി മാറും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം സീറ്റിലും ഇടതുമുന്നണി ജില്ലയിൽ ജയിച്ചു. അതായത് UDF-ന്റെ കോട്ടയായ ഇവിടെ ജയിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അത് അങ്ങനെ തന്നെ തുടരുമോ എന്നുള്ളത്, തുടർന്നാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, പ്രായമായവർ അടക്കം രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി അവരുടെ ശാരീരിക അവശതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വോട്ട് ചെയ്യാനെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുള്ള അറിയുന്നവരൊക്കെ തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ഒരു സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 78% പോളിംഗോളം ജില്ലയിൽ ഉണ്ടായിരുന്നു. 73% പോളിംഗ് ആയിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് കൂടുമോ? കഴിഞ്ഞ തവണ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ഒരല്പം കുറഞ്ഞു എന്നുള്ളത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ജില്ലയിലെ വോട്ടർമാരിൽ വലിയൊരു ശതമാനം കഴിഞ്ഞ കുറച്ചു കാലമായി വിദേശങ്ങളിലൊക്കെ കഴിയുന്നവരുണ്ട്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, പഠിക്കാനൊക്കെ പോയവരുണ്ട്. അതൊക്കെ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വീറും വാശിയും ഒക്കെ വെച്ച് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ ഇവരെ എത്തിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷേ
ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ എല്ലാവരും എത്തുമോ എന്ന ചോദ്യം ബാക്കിയാണ്. വോട്ട് എടുപ്പിന് അത്രത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തെ അത്രത്തോളം ആവേശത്തിൽ അവർ കാണുമോ എന്നുള്ളത് പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പോളിംഗിൻ്റെ ശതമാനം ഒരുപക്ഷെ പിന്നെയും താഴാനുള്ള സാധ്യത നമുക്ക് കാണേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി അതാണ് സാഹചര്യം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെയും നമ്മളത് കണ്ടതാണ്. വലിയ വീറും വാശിയും ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും പോളിംഗ് കുറയുന്ന കാഴ്ച, ആകെ അവസാന ഘട്ടത്തിലേക്ക് കണക്കെത്തുമ്പോൾ പോളിംഗ് കുറയുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ തന്നെ വോട്ടർമാർ നിരവധിയായി വലിയ ക്യൂ ആയി തന്നെ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, കോട്ടയത്ത് വലിയ മത്സരം കേരള കോൺഗ്രസുകളുടെ വിളഭൂമിയായ കോട്ടയം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ UDF-നും LDF-നും വളരെ പ്രാധാന്യമുള്ള, കോൺഗ്രസിനും CPM-നും ഒക്കെ മധ്യകേരളത്തിലൊക്കെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ വലിയ കോട്ടകളായിരുന്ന പല മണ്ഡലങ്ങളും അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF-ൽ എത്തിയതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റം, വലിയ മുന്നേറ്റം LDF-ന് ഇവിടെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും പാറ്റേണുകൾ വ്യത്യാസമുണ്ട്. നേരത്തെ സതീശൻ പറഞ്ഞതുപോലെ പാറ്റേണുകൾ വ്യത്യാസമുണ്ടായെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ ഒരു ആധികാരിക വിജയം കോട്ടയത്ത് ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അത് എത്തവണ ആവർത്തിക്കുമോ അതോ മാണി ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യം നിലനിർത്തുമോ എന്നത് പ്രധാനമാണ്. നേരത്തെ ശ്രീത്തിൻ്റെ ബൂത്തിൽ നിൽക്കുന്ന ബൂത്തിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ഒരു ബൂത്ത് കൂടിയാണ്. അവിടെ വലിയ തോതിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട ക്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത്, കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, എറണാകുളത്ത്, കോട്ടയത്ത് ഒക്കെ വലിയ ആവേശം രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയ അതേ ബൂത്തിൽ എത്തിയാണ് മേയർ സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുകയും സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയും വരും ചെയ്ത്. നേരത്തെ പറഞ്ഞ പോലെ വോട്ടർമാരുടെ ദിവസമാണ് ഇന്ന്. ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും നിർണായകമായ അവർക്കുള്ള അവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെ വോട്ടർമാരൊക്കെ രാവിലെ മുതൽ തന്നെ ബൂത്തുകളിലേക്ക് എന്ന് വേണം കരുതാൻ. വലിയ ഒരു ദിവസമാണ് വിധിദിനം. തങ്ങളുടെ ഭരണാധികാരികൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ട ദിവസത്ത് എല്ലാ ആളുകളും എത്തി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനെയും ദൃശ്യങ്ങളിൽ കാണാം. ആജ്ഞ രവീന്ദ്രൻ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലാണ്. കടവന്ത്ര മേഖലയിൽ, ആജ്ഞ കടവന്ത്രയിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു കൊച്ചി കോർപ്പറേഷൻ ഡിവിഷനാണ്. അവിടെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ? വോട്ടർമാർ നഗര കേന്ദ്രീകൃതമായ മേഖലയാണല്ലോ. ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ വോട്ടർമാരുടെ ഒരു വരവുണ്ട്. നഗരത്തിലും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട്. തിരക്കുണ്ടോ? രഞ്ജിത്ത്, നമ്മൾ കടവന്ത്രയിലാണുള്ളത്. ഇവിടുത്തെ SN ജോസഫ് സ്കൂളിലുള്ള പോളിംഗ് ബൂത്തിലാണ് നിലവിലുള്ളത്. ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ വലിയ ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലകത്ത് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ഇത് LDF-ൻ്റെ സ്ഥാനാർത്ഥി ജോൺസൺ മാഷും UDF-ന് ഡിക്സൺ എന്ന് പറയുന്ന ആളുമാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. ഇവിടെ കടുത്ത മത്സരം തന്നെയാണ്